ശ്രീ സെന്തിൽനാഥൻ, താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നത് രണ്ട് ദ്വാരപാലകരുടെയുമായിട്ട് 5 കിലോ സ്വർണമാണ് ആ കവചത്തിൽ ഉള്ളത് എന്നാണ്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഏകദേശം 1.5 കിലോ എന്നാണ്. ഇത്തരമൊരു അന്തരം വരുവാനുള്ള കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എത്രയാണ് സ്വർണമെന്ന് എവിടെയും രേഖപ്പെടുത്താത്തതിന്റെ പ്രശ്നമല്ലേ ഇത്? ആയിരിക്കാം. നമസ്തേ. ഇൻഫാക്റ്റ് ഞാനവിടെ അന്വേഷിക്കുന്ന സമയത്ത് ദി ദെൻ കോൺട്രാക്ടർ JNR ജ്വല്ലറിയുടെ കോൺട്രാക്ടർ മിസ്റ്റർ നാഗരാജനോട് ഞാൻ സംസാരിക്കുമ്പോൾ കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലും പ്ലസ് എൻ്റെ അറിവും ചേർത്തിട്ട് ഇത്ര സ്ക്വയർ ഫൂട്ടിൽ ഇത്ര കയറാൻ സാധ്യതയുണ്ട് ഗോൾഡ് എന്നുള്ള നിഗമനത്തിലാണ് ഞാൻ അത് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വശമാണ്. അപ്പോൾ വിത്ത് മൈ ടെക്നോളജിക്കൽ നോളജ് ഓൾസോ ആണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഏതായാലും കണ്ടെത്തിയേക്കുന്നത് 1.5 കിലോയോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇവിടെ വേറൊരു ചോദ്യം വരുന്നത്, ദർ ആർ 2 സെറ്റ്സ്, അതായത് 1+1, 2 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ദ്വാരപാലകന്മാരുണ്ട്. അതിൽ ഒരെണ്ണത്തിനാണോ ഈ 1.5 കിലോ, അല്ലെ രണ്ടും ചേർത്തിട്ടാണോ 1.5 കിലോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം പറയണം. അതറിഞ്ഞാൽ ഒന്നും കൂടി പ്രിസിഷനിലേക്ക് നമുക്ക് എത്താം. ഇത് കിട്ടുന്ന വിവരം അനുസരിച്ച് രണ്ടിനും കൂടിയാണ് ദേവസ്വം വിജിലൻസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് സമയം കൂടി ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കാരണം ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. മിക്കവാറും ദേവസ്വം വിജിലൻസ് എന്താണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നതിൽ ഒരു സംക്ഷിപ്തമായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും ഹൈക്കോടതി വിധിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിക്കാൻ കാരണമെന്ന് നമുക്ക് കൂടുതൽ ബോധ്യമാകും. ശ്രീ സെന്തിൽനാഥൻ. യെസ്, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇസ് എ വെരി റീസണബിൾ സ്റ്റെപ്പ് SITന് വെച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ നമുക്ക് ഏകദേശം നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. വെദർ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലേ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഉള്ളത് ഡെഫിനറ്റ്. ദാറ്റ് മൂവ് ഇസ് എ അപ്രീഷിയേറ്റബിൾ മൂവ്. ഒരു ഭക്തനായിട്ട് എനിക്ക് പറയാൻ പറ്റും അത്. പ്ലസ് ഇത് നമ്മുടെ ഒരു നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ്, സംസാരിച്ചതിൻ്റെ ബേസിസിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ സെയിം 24 ചാനൽ, ന്യൂസ് 18 ചാനലിൽ വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് നേരത്തെ നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. 26 കിലോ വീതം 52 കിലോ കൊടുത്തു വിടുമ്പോൾ അതിൽ ഈ ഇത്രയും വന്നിട്ടില്ലേ 4 കിലോ എവിടെ പോയി? അപ്പോൾ ഏകദേശം ആ ഒരു അസംഷൻ വെച്ച് നോക്കുമ്പോഴും ഡോറുൽ പൂശിയേക്കടേൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇത്ര കാണണം എന്നുള്ളൊരു അസംഷനിലും കൂടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്, ദേവസ്വം വിജിലൻസിന് ബോധ്യമായിട്ടുണ്ട്. കൊടുത്തുവിട്ട സ്വർണ്ണപ്പാളി അത് തന്നെയാണ് കൊടുത്തുവിട്ടതെന്നറിയില്ല. അതിൽ എന്തായാലും 1.5 കിലോയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നതിൽ 2019 തിരികെ കൊണ്ടുവച്ചതിൽ എന്തായാലും 394 ഗ്രാം, 397 ഗ്രാം എന്നാണ് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഏകദേശം അതിനടുത്തുള്ള, അതായത് ഏകദേശം 50 പവൻ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസിന് ബോധ്യമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒക്കെ രക്ഷിക്കുവാനുള്ള ശ്രമം ഉണ്ടാകും. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയമുനയിൽ നിർത്തിക്കൊണ്ടാണ് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് പ്രാഥമിക വിവരം അനുസരിച്ച്. അതങ്ങനെ വരുവാനുള്ള അത്രയും പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ താങ്കൾ കരുതുന്നുണ്ടോ ഇനി തുടരന്വേഷണം വരുമ്പോൾ, പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ആരാണ് സ്വർണം കട്ടത് എന്നുള്ള കാര്യം വെളിയിൽ വരുമെന്ന്? ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വന്നിട്ട് ചെമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നുണ്ട്. ഇവിടെയും റെക്കോർഡിക്കലായിട്ട് ചെമ്പാണ് കൊടുത്തുവിട്ടേ എന്ന് പറയുന്നുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 390 ഗ്രാം അതിൽ പൂശിയിട്ടുണ്ടെങ്കിൽ പഴയത് എവിടെയെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ഇങ്ങനെ ഓരോ പരസ്പര വിരുദ്ധമായിട്ടുള്ളത് പറയുമ്പോഴേക്കും അവർക്ക് തന്നെ മനസ്സിലാവും ഇതിൽ എവിടെ ഒരു തെറ്റുണ്ട് എന്നുള്ളത്. പുതിയൊരാളുടെ ഒരു അന്വേഷണത്തിന് ആവശ്യം വേണ്ടി വരില്ല. മീൻസ് ആദ്യം പറഞ്ഞ എന്താണ്, ചെമ്പ് കിട്ടി, പിന്നെ ചെമ്പ് പെയിൻറ്റ് ചെയ്തത്, ഗോൾഡ് പെയിൻറ്റ് ചെയ്ത സാധനം കിട്ടി. അവിടെ തന്നെ ഒരു കോൺട്രാഡിക്ട് സ്റ്റേറ്റ്മെൻറ്റായി. പിന്നെ ഇത് ഏറ്റവും വലിയ വിചിത്രം, ഇത് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനം എന്തുകൊണ്ട് കൊണ്ടുപോയി? അതിനും അവനൊരു ഉത്തരം തന്നു. ദാരുശില്പം എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു, അല്ലെങ്കിൽ കൊടുത്തുവിടേണ്ട ആവശ്യം വന്നില്ലായിരുന്നു എന്നുള്ളതാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. എന്തുകൊണ്ട് കൊടുത്തുവിട്ടെന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ ശരിക്കും ദാരുശില്പം എന്ന് പറഞ്ഞാൽ
ഒരു മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ശില്പത്തിനെയാണ് ദാരുശില്പം എന്ന് പറയുന്നത്. അപ്പം അത് എന്തുകൊണ്ട് അപ്പം അവിടെ കൃഷ്ണശിലയാണുള്ളത്, അതിൽ ഡൈ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്, ഓൾറെഡി നിലവിലുള്ള സാധനമാണ്. അപ്പോൾ ദാരുശില്പം ആയതുകൊണ്ട് കൊടുത്തു വിട്ടു എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്ന് വെച്ച് നോക്കുമ്പോഴേക്കും പരസ്പര വിരുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ ഇത് അന്വേഷണ സംഘത്തിന് ഇത് എവിടെയെങ്കിലും ഒരു ഇത് കണ്ടെത്താൻ പറ്റും. പിന്നെ അന്വേഷിക്കേണ്ടത് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണോ എന്നുള്ളത് അവർ തന്നെ കണ്ടെത്തേണ്ട ഒരു സാധനമാണ്. നമുക്കൊരാളൊരു അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതിന് നമുക്കതിനെ ക്ഷമിക്കാൻ പറ്റും. പക്ഷേ അറിവോടുകൂടി ചെയ്യുന്നതിന് വന്നിട്ട് ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യനബിൾ ആൻഡ് ഇറ്റ് ഇസ് എ പണിഷബിൾ ആക്ട്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം വ്യക്തമായല്ലോ,